ഇതേ നിത്യവഴുതനയാണ് കേട്ടോ. നിത്യവഴുതന ഇടുക്കിന്ന് കൊണ്ടുവന്നതാണ്. നിത്യവഴുതന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തേങ്ങ ഇട്ട് തോരൻ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉള്ളി, മുളക് എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, നിത്യവഴുതന ഇട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം, പാത്രം കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ നിത്യവഴുതന തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ തോർന്ന് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് പാകത്തിനാണോ നോക്കുക. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഇതൊക്കെ വല്ല കാലത്തും ഒന്ന് കിട്ടുന്ന സംഭവമാണേ. നിത്യവഴുതന എന്ന് പറയുന്ന സാധനമൊന്നും ഇവിടെ കിട്ടാനില്ല കേട്ടോ. ഇതൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളാണ് കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഇടുക്കിക്കൊക്കെ പോയിട്ട് വരുമ്പോ കിട്ടുന്ന സംഗതി. അപ്പൊ അതേ നമ്മുടെ നിത്യവഴുതന തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരിക്കലെങ്കിലും കിട്ടിയാൽ ഇതുപോലെ തോരൻ വെച്ച് നോക്കണം കേട്ടോ.